നയൻത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 8th ചാപ്റ്റർ തീരങ്ങളിലൂടെ. രാത്രി മുഴുവൻ പുറംകടലിൽ നങ്കൂരമിട്ട് കിടന്നതിന് ശേഷം അടുത്ത ദിവസം കപ്പിത്താൻ വീണ്ടും കപ്പൽ തീരത്തേക്കടുപ്പിച്ചു. എന്നാൽ പശ്ചിമഘട്ട മലനിരകൾ മേഘങ്ങളാൽ പൊതിഞ്ഞിരുന്നു. കനത്ത മഴയുണ്ടായിരുന്നു. അതിനാൽ നാവികർക്ക് പ്രദേശം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും പിറ്റേ ദിവസം മെയ് 20 ഫോർമോസ കുന്നുകൾ കടന്നപ്പോൾ മുതൽക്കേ വാസ്കോഡഗാമ കോഴിക്കോട് നഗരത്തിനു പിന്നിലായി ഒരു മതിലുപോലെ ഉയർന്നു കാണപ്പെട്ടിരുന്ന പർവ്വതങ്ങളെ ശ്രദ്ധിച്ചു. ഒടുവിൽ അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഗാമയുടെ ആ ചെറുകൂട്ടം പായ്ക്കപ്പലുകൾ കാപ്പാട് എന്ന കുഞ്ഞു പട്ടണത്തിൻ്റെ തീരത്തുനിന്ന് ഏകദേശം 5 മൈൽ മാറി നങ്കൂരമിട്ടു. ഗാമയും കൂട്ടരും കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന കോഴിക്കോട് നഗരത്തിൽ നിന്ന് വെറും 7 മൈൽ വടക്ക് മാറിയാണ് ഈ ചെറുപട്ടണം സ്ഥിതി ചെയ്യുന്നത്. താമസിയാതെ ഗാമ ആ നഗരത്തിന് തൊട്ടുമുന്നിലായി നങ്കൂരമിട്ട് നിലയുറപ്പിച്ചു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ മെയ് 27 സാമൂതിരിയുടെ നാവികൻ അദ്ദേഹത്തെ പന്തലായനിയിലേക്ക് നയിച്ചു. അങ്ങനെ ഏകദേശം 13 മൈൽ വടക്കുമാറി ഗാമ പന്തലായനിയിൽ നങ്കൂരമുറപ്പിച്ചു. തുടർന്ന് ഓഗസ്റ്റ് 23 വരെ 88 ദിവസങ്ങളോളം അവരവിടെ തങ്ങി. ഓഗസ്റ്റ് 23 ഗാമയും കൂട്ടരും ഒരിക്കൽ കൂടി തങ്ങളുടെ സ്ഥാനം മാറ്റി. കോഴിക്കോട് തുറമുഖത്ത് നിന്ന് ഏകദേശം 12 മൈൽ മാറി കാറ്റിൻ്റെ ശല്യമില്ലാത്ത മറ്റൊരു ഭാഗത്ത് നിലയുറപ്പിച്ചു. ആ സമയം മുതൽ ഒടുവിൽ തിരികെ പോകുന്ന ദിവസമായ ഓഗസ്റ്റ് മാസം 30 ഉച്ചവരെ ഗാമ കോഴിക്കോട് നഗരത്തിലൂടെ ചുറ്റി നടന്ന് കാഴ്ചകൾ കണ്ടു. അന്തരീക്ഷ സ്ഥിതിക്കനുസരിച്ച് പുറംകടലിൽ നങ്കൂരമിട്ട് കിടന്നും തീരത്തടുത്തും സാമൂതിരിയുമായി ബന്ധം സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത കണക്കിലെടുത്ത് ഇടയ്ക്കിടയ്ക്ക് സാമൂതിരിയെ സന്ദർശിച്ചും സമയം ചെലവഴിച്ചു. ഓഗസ്റ്റ് 30 ഉച്ചയ്ക്ക് ശേഷം തീരത്തിന് സമാന്തരമായി കടൽ കാറ്റുകളെ ആശ്രയിച്ച് യാത്ര തുടങ്ങിയ ഗാമയുടെ പായ്ക്കപ്പലുകളെ ശക്തിയായി ആഞ്ഞടിച്ച ഒരു ചുഴലിക്കാറ്റ് പുറംകടലിലേക്ക് കൊണ്ടുപോയി. സമുദ്രസഞ്ചാര രേഖ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്കിലൂറ്റ് സൊസൈറ്റി തയ്യാറാക്കിയ എ ജേണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോഡഗാമ എന്ന അമൂല്യവും ഏറെ പഴക്കം ചെന്നതുമായ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗത്തിൻ്റെ മലയാള പരിഭാഷയാണ് നമ്മൾ വായിച്ചത്. വാസ്കോഡഗാമയുടെ ഈ യാത്ര യൂറോപ്യന്മാർക്ക് മലബാർ തീരത്തേക്ക് ഒരു സമുദ്രമാർഗം നൽകി. ഇതോടെ കേരളമാകെയും മലബാർ തീരം പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. അതിമനോഹരവും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമായ ഈ തീരങ്ങളിലൂടെ യൂറോപ്യന്മാരുടെ കടന്നുവരവ് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതപ്പെട്ടു. ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. ഇന്ത്യക്ക് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഉൾപ്പെടെ 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിലൊന്നായ തീരസമതലം ഏറെ ജനനിബിഡമാണ്. ജനവാസത്തിന് അനുയോജ്യമായ ധാരാളം ഘടകങ്ങൾ ഉള്ളതിനാൽ തന്നെയാണ് ഈ മേഖല ജനനിബിഡമാകുന്നത്. ജനവാസത്തിന് അനുയോജ്യമായ കാര്യങ്ങളാണ് പറയുന്നത്. സമതല ഭൂപ്രകൃതി, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത. സമതല ഭൂപ്രകൃതി, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായി തിരിച്ചു. പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും
ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിൻ്റെ വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ നീളം 1840 കിലോമീറ്റർ, വീതി 10 to 15 കിലോമീറ്റർ. പടിഞ്ഞാറൻ തീരസമതലം ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്. എന്താണ് താഴ്ത്തപ്പെട്ട തീരം? എന്താണ് ഉയർത്തപ്പെട്ട തീരം? തീരപ്രദേശങ്ങളിലെ ഉത്ഥാനം പോലുള്ള ഭൗമപ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ. ഇനി താഴ്ത്തപ്പെട്ട തീരങ്ങൾ അവതലനം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്രനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ. പടിഞ്ഞാറൻ തീരസമതലത്തെ 3 ഭാഗങ്ങളാക്കി: ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഇനി ഗുജറാത്ത് തീരം, റാൻ ഓഫ് കച്ച് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശം, കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശം, ദാമൻ ദിയു, നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നത് ഗുജറാത്ത് തീരം. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്ക്, ചതുപ്പുനിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതയാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരവും പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളും ഗുജറാത്ത് തീരസമതലത്തിലെ ജനജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ്. ഗുജറാത്ത് തീരസമതലത്തിലുള്ളതാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരം, പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്ത്, വഡോദര, മത്സ്യബന്ധന ഹാർബറായ വെരാവല്, ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറം. ഇനി റാൻ ഓഫ് കച്ച്, ഇന്ത്യ-പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പുനിലമാണ് റാൻ ഓഫ് കച്ച്. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായി മാറുന്നു. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പുനിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടുനിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. ഇനി കൊങ്കൺ തീരം, ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക്. ഗുജറാത്ത് തീരസമതലത്തിൻ്റെ തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. ഏകദേശം 500 കിലോമീറ്ററാണ് കൊങ്കൺ തീരത്തിൻ്റെ നീളം. കൊങ്കൺ തീരം 500 കിലോമീറ്റർ. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. കൊങ്കൺ തീരത്തിൻ്റെ വടക്കുഭാഗം മണൽ നിറഞ്ഞ തീരങ്ങൾ,
കൊങ്കൺ തീരത്തിൻ്റെ വടക്കുഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്കുഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്. ക്ലിഫ്, ദ്വീപ്, ബീച്ച് തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ കൊങ്കൺ തീരത്ത് കാണപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ധാരാളം ബീച്ചുകളുണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നു. ഇനി സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കർണാടകയിലെ ഉഡുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്ന് മാറി കടലിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപ്. ദ്വീപ് നിറയെ ഷഡ്ഭുജമാകൃതിയുള്ള കൽത്തൂണ് പോലുള്ള പാറക്കൂട്ടങ്ങളാണ്. ഏകദേശം 88 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തുവന്ന ലാവ തണുത്ത് രൂപപ്പെട്ടവയാണ് ഇവ. ജിയോളജിയ ശിലാമാതൃകയാണിത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാരം കൂടിയാണ്. കർണാടകയിലെ ഉഡുപ്പി ജില്ലയിലെ മാൽപേ തീരത്ത് നിന്ന് മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപ്. ഇനി നവശേവ, നവി മുംബൈ, മർമഗോവ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങൾ, മാൽപേ മത്സ്യബന്ധന ഹാർബർ, കപ്പൽ നിർമ്മാണശാല, ടൂറിസം കേന്ദ്രം, വ്യവസായ കേന്ദ്രം എന്നിവയെല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളാൽ സക്രിയമായ ഒരു മേഖലയാക്കി മാറ്റുന്നു. കൊങ്കൺ തീരത്തിൽ വരുന്നതാണ് നവശേവ, നവി മുംബൈ, മർമഗോവ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങൾ, മാൽപേ മത്സ്യബന്ധന ഹാർബർ, കപ്പൽ നിർമ്മാണശാല, ടൂറിസം കേന്ദ്രം. ഇനി മലബാർ തീരം. മലബാർ തീരം മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച മലബാർ തീരത്തിന് 580 കിലോമീറ്റർ നീളമുണ്ട്. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച മലബാർ തീരം ഏകദേശം 580 കിലോമീറ്റർ. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് മലബാർ തീരത്തിന്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് മലബാർ തീരത്തിന്. ക്ലിഫ്, കടൽസ്തംഭം, ബീച്ച്, അഴിമുഖം, പൊഴി തുടങ്ങി നിരവധി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്ത് കാണാം. ക്ലിഫ്, കടൽസ്തംഭം, ബീച്ച്, അഴിമുഖം, പൊഴി. ഇവിടെ മറ്റൊരു സവിശേഷതയാണ് കായലുകൾ. വേമ്പനാട്ട് കായൽ മലബാർ തീരത്ത് പ്രധാനമാണ്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നു. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ദേശീയ പാതകളിലൊന്നാണ് NW3. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്ന് കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങളും കാണാം. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. പൊതുവെ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. നാഞ്ചിനാടും കുട്ടനാടും കോൾ നിലങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. പടിഞ്ഞാറൻ തീരസമതലം. ഇവിടെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കിഴക്കൻ തീരസമതലം പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ
തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപപ്പെട്ടതാണ്. കിഴക്കൻ തീരസമതലം ഏകദേശം 1800 കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇത് ഒരു ഉയർത്തപ്പെട്ട തീരമാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. ഡെൽറ്റകളെക്കുറിച്ചും ഡെൽറ്റ രൂപീകരണത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വടക്കൻ സിർക്കാർസ് തീരം. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ച തീരസമതല ഭാഗമാണ് വടക്കൻ സിർക്കാർസ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നു. വടക്കൻ സിർക്കാർസിൽ ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഒഡീഷയിൽ ഇത് ഉൽക്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാ സമതലം എന്നും അറിയപ്പെടുന്നു. മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതല ഭാഗം. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ്. ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. വിശാഖപട്ടണവും മസൂലിപട്ടണവും പ്രധാന തുറമുഖങ്ങളാണ്. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി നിലകൊള്ളുന്നു. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി നിലകൊള്ളുന്നു. ഇനി കോറമാൻഡൽ തീരം. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് കോറമാൻഡൽ തീരം. കൃഷ്ണ മുതൽ കന്യാകുമാരി വരെ. കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമാൻഡൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കോറമാൻഡൽ തീരത്തെ പ്രധാന തടാകമാണ് പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകത്തിൻ്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുലിക്കെട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതം, പിച്ചാവാരം, കണ്ടൽക്കാട് തുടങ്ങിയവ ഈ തീരസമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറാണ് നാഗപട്ടണം, കടലൂർ. കോറമാൻഡൽ തീരത്ത് നാഗപട്ടണം, കടലൂർ. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇനി ദ്വീപുകൾ. തീരത്തോടടുത്ത് കാണപ്പെടുന്ന ചെറുദ്വീപുകളെ കൂടാതെ പ്രധാനപ്പെട്ട 2 ദ്വീപസമൂഹങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹങ്ങൾ. ലക്ഷദ്വീപ്. കേരള തീരത്ത് നിന്ന് ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. ഈ ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ.
36 ദ്വീപ് ഉൾപ്പെടുന്ന ഈ ദ്വീപസമൂഹത്തിൽ 10 ദ്വീപിൽ മാത്രമേ ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി ദ്വീപാണ്. ആന്ത്രോത്ത് ആണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ്. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളും ലക്ഷദ്വീപിലെ പ്രധാന സവിശേഷതയാണ്. മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യം ചൂര. മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ചൂര മത്സ്യം ഉണക്കിയെടുത്തുണ്ടാക്കുന്ന മാസ് ഏറെ പ്രസിദ്ധമാണ്. തെങ്ങാണ് ലക്ഷദ്വീപിലെ പ്രധാന കാർഷിക വിള. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവും മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റ് പരമ്പരാഗത തൊഴിലുകളാണ്. ലഗൂണ്, ബീച്ച്, പവിഴപ്പുറ്റ് എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാരം ഇവിടുത്തെ ഒരു ആധുനിക തൊഴിൽ മേഖലയാണ്. സ്കൂബ ഡൈവിംഗ് പോലുള്ള സാഹസിക വിനോദസഞ്ചാരവും വളർന്നു വരുന്ന തൊഴിൽ സാധ്യതകളാണ്. എന്താണ് ലഗൂണുകൾ? കടൽത്തീരങ്ങളിലെ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ. മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ആഴം കുറഞ്ഞ ജലാശയങ്ങൾ ലഗൂണുകൾ. ഇനി പവിഴദ്വീപ്. കോറൽ പോളിപ്പ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി പവിഴപ്പുറ്റുകൾ രൂപം കൊണ്ടു. കോറലുകളുടെ സ്രവമായ കാൽസ്യം കാർബണേറ്റാണ് പവിഴപ്പുറ്റ് രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. പവിഴപ്പുറ്റ് രൂപപ്പെടുന്നതിന് 100 കണക്കിന് വർഷങ്ങളെടുക്കും. കടൽനിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവതത്തലപ്പുകളിൽ പവിഴപ്പുറ്റ് വളർന്നാണ് പവിഴദ്വീപ് ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പ് ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. വിവിധയിനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസകേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ. ഉഷ്ണമേഖലയിലെ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണ് പവിഴപ്പുറ്റുകൾ വളരുന്നത്. ഇന്ത്യയിലെ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ പവിഴദ്വീപുകൾ പൊതുവെ കാണപ്പെടുന്നു. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇവ അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. ഈ ദ്വീപസമൂഹത്തെ ആൻഡമാൻ ദ്വീപ്, നിക്കോബാർ ദ്വീപ് എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗം 10 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപസമൂഹത്തിൽ ഉൾപ്പെടുന്നു. ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപസമൂഹത്തിൽ ഉൾപ്പെടുന്നു. ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകളുള്ളതിൽ 38 ദ്വീപിലാണ് ജനവാസമുള്ളത്. മിക്ക ദ്വീപുകളിലും തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റും ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. 2004 സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയി. ഇനി മണൽ ബീച്ച്, പാറക്കെട്ട്, സമുദ്രകമാനം, ക്ലിഫ്, വേലിയേറ്റ ചാല് തുടങ്ങിയവ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സവിശേഷതകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ ധാരാളമായി വളരുന്നു.
പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകൽ ഗുഹകളുമെല്ലാമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. തീരഭൂരൂപങ്ങൾ. ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ നമുക്ക് കാണാനാകും. വിവിധ ഭൂരൂപീകരണ സഹായികളാണിവ നിർമ്മിക്കുന്നത്. കാറ്റ്, ഹിമാനി, നദി എന്നിങ്ങനെ വിവിധ ഭൂരൂപീകരണ സഹായികൾ രൂപപ്പെടുത്തുന്ന ഭൂരൂപങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. തീരപ്രദേശങ്ങളിൽ തിരമാലകളാണ് പ്രധാന ഭൂരൂപീകരണ സഹായികൾ. തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാം ആണെന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം എന്ന് പറഞ്ഞൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇവയാണ് ക്ലിഫുകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം ക്ലിഫ്. സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തിരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളാണ് ക്ലിഫുകൾ. ഇതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തിരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായി രൂപപ്പെടുന്നു. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തിരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്രഗുഹകൾ രൂപപ്പെടുന്നു. കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്രകമാനം. സമുദ്രഗുഹ ഇരുവശങ്ങളിൽ നിന്ന് കൂടിച്ചേർന്ന് രൂപപ്പെടുന്നതാണ് സമുദ്രകമാനം. സമുദ്രകമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാനഭാഗം തീരത്തുനിന്ന് വേർപെട്ട് ഒരു തൂൺ പോലെ ബാക്കിയാവുന്നു. ഇതാണ് സമുദ്രസ്തംഭം. തൂൺ പോലെ ബാക്കിയാവുന്നത് സമുദ്രസ്തംഭം. സമുദ്ര കമാനങ്ങളുടെയും സമുദ്രസ്തംഭങ്ങളുടെയും സവിശേഷത നമ്മൾ മനസ്സിലാക്കി. തിരമാലയുടെ പ്രവർത്തന ഫലമായി വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങളും തീരപ്രദേശത്ത് രൂപപ്പെടാറുണ്ട്. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ. നിക്ഷേപണ ഭൂരൂപത്തിന് എക്സാമ്പിളാണ് ബീച്ചുകൾ. അപരദനത്തിന് എക്സാമ്പിളാണ് ക്ലിഫുകൾ, സമുദ്രഗുഹകൾ, സമുദ്രസ്തംഭങ്ങൾ, സമുദ്രകമാനങ്ങൾ. ഇനി കാലാവസ്ഥ. മറ്റു ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സവിശേഷമായ കാലാവസ്ഥയാണ് തീരപ്രദേശത്ത് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണുള്ളത്. ഇവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല. സമുദ്ര സാമീപ്യമാണ് ഇതിന് കാരണം. കരയും കടലും വ്യത്യസ്തമായാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. കര പെട്ടെന്ന് ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുമ്പോൾ കടൽ സാവധാനത്തിലേ ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നുള്ളൂ. ഇത് കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റുകൾ തീരപ്രദേശത്തെ ദിനാന്തരീക്ഷസ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. എന്താണ് കടൽക്കാറ്റ്? തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്കുയർന്ന് അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതിനാൽ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനപ്രദേശമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്. പകൽ സമയങ്ങളിൽ ഉണ്ടാവുന്നത് കടൽക്കാറ്റ്.
എന്താണ് കരക്കാറ്റ്? കടൽക്കാറ്റിന് വിപരീതമായി രാത്രികാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് ഉച്ചമർദ്ദം രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാൽ ന്യൂനമർദ്ദമായിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദമേഖലയായ കരയിൽ നിന്ന് ന്യൂനമർദ്ദമേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ്. രാത്രി സമയങ്ങളിൽ ഉണ്ടാകുന്നത് കരക്കാറ്റ്. മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിലാകമാനം മഴ നൽകുന്നത്. മൺസൂൺ കാറ്റുകൾ ആദ്യമെത്തുന്നത് ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് പശ്ചിമഘട്ടനിരയിൽ തട്ടി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉയർന്ന തോതിൽ മഴ നൽകുന്നു. കിഴക്കൻ തീരങ്ങളിൽ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. നാം ഇതിനെ തുലാവർഷം എന്ന് വിളിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കുന്നുണ്ട്. ഇനി മണ്ണ്. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പും നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നു. കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നു. ഇനി ഓരോ തീരപ്രദേശവും അവിടെ കാണപ്പെടുന്ന മണ്ണുകളും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊന്ന് നോക്കി നോക്കാം. ഗുജറാത്ത് തീരം കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണമണ്ണ്. ഗുജറാത്ത് കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണമണ്ണ്. കൊങ്കൺ തീരം കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. കൊങ്കൺ കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. മലബാർ തീരം എക്കൽ മണ്ണ്, പീറ്റ് മണ്ണ്. മലബാർ എക്കൽ, പീറ്റ്. കിഴക്കൻ തീരപ്രദേശം തീരദേശ എക്കൽ മണ്ണ്, ഡെൽറ്റ എക്കൽ മണ്ണ്. ലക്ഷദ്വീപ് പവിഴ മണൽമണ്ണ്. ലക്ഷദ്വീപ് പവിഴ മണൽമണ്ണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമുദ്രജന്യ മണൽമണ്ണ്, എക്കൽ മണ്ണ്. ആൻഡമാൻ നിക്കോബാർ സമുദ്രജന്യ എക്കൽ മണ്ണ്, മണൽമണ്ണ്. സസ്യജാലങ്ങൾ. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും സമുദ്ര സാമീപ്യം മൂലവും ഇന്ത്യയുടെ തീരദേശങ്ങളിൽ കാലാവസ്ഥ ഏറെക്കുറെ സമാനമാണ്. അതിനാൽ സസ്യജാലങ്ങളിലും ഏറെ സമാനതകൾ കാണാവുന്നതാണ്. തീരദേശ സസ്യങ്ങളെ രണ്ടായി തിരിച്ചു. വരണ്ട തീരദേശ സസ്യങ്ങൾ, ആർദ്ര തീരദേശ സസ്യങ്ങൾ. വരണ്ട തീരദേശ സസ്യങ്ങൾക്ക് എക്സാമ്പിളാണ് തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങളും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളും. ആർദ്ര തീരദേശ സസ്യങ്ങൾക്ക് എക്സാമ്പിളാണ് കണ്ടൽക്കാട്, ലവണ ചതുപ്പു നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ. തീരസമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും വ്യാപകമായി കൃഷിഭൂമികളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനാൽ സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതലായി തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറി തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കാണപ്പെടുന്നു. കണ്ടൽക്കാടുകൾ തീരദേശത്തിൻ്റെ ശ്വാസകോശം. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പു സസ്യങ്ങളാണ് കണ്ടലുകൾ. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്റർ തീരപ്രദേശത്ത് കണ്ടൽക്കാടുണ്ട്. ഇന്ത്യയിൽ 380 കിലോമീറ്റർ കണ്ടൽക്കാടുണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ്. കണ്ടലുകൾ വിവിധയിനം മത്സ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്.
കൂടാതെ വിവിധ ജീവിവർഗങ്ങൾക്ക് ആവാസ കേന്ദ്രമാണ് കണ്ടൽക്കാട്. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കണ്ടലുകൾ തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായി ആചരിക്കുന്നു. അന്താരാഷ്ട്ര കണ്ടൽ ദിനം ജൂലൈ 26. ഇനി ധാതു നിക്ഷേപം. ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാവസായിക മൂല്യമുള്ള ധാരാളം അലോഹ ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവ തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കളാണ്. കൂടാതെ ആണവ ഇന്ധനമായ യുറേനിയം, വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവ ധാതുക്കൾ തീരദേശ കരിമണലിൽ കാണപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ ചവറ, ഒഡീഷ, തമിഴ്നാട്ടിലെ ചില തീരങ്ങൾ എന്നിവയിൽ കരിമണൽ നിക്ഷേപമുണ്ട്. കൊല്ലത്തെ ചവറ, ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിൽ കരിമണൽ നിക്ഷേപം ഉണ്ട്. ഇനി ജനസംഖ്യയും ജനജീവിതവും. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും അനുകൂലമായതിനാൽ ഇന്ത്യൻ തീരദേശം ജനനിബിഡവും ജനസാന്ദ്രവുമാണ്. മിതമായ കാലാവസ്ഥ കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായ സമതല ഭൂപ്രകൃതി, കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ, ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ തീരസമതലങ്ങളെ ജനനിബിഡമാക്കുന്നു. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റു 3 തീരസമതലങ്ങളിലാണ് വികസിച്ചു വന്നിട്ടുള്ളത്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ജനസാന്ദ്രത കുറവാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷി, മത്സ്യബന്ധനം എന്നിവ തീരദേശ ജനതയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. കൂടാതെ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങൾ തീരദേശത്തുണ്ട്. തീരദേശങ്ങളിൽ ഏറെ സാധ്യതയുള്ളതും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രധാന തൊഴിൽ മേഖലയാണ് വിനോദസഞ്ചാരം. ഇനി തീരദേശം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനുഷ്യവാസത്തിനനുയോജ്യമായ ഭൂപ്രകൃതി, സുഖകരമായ കാലാവസ്ഥ, ജലലഭ്യത, കൃഷി, വ്യവസായം തുടങ്ങി നിരവധി സാധ്യതകളുള്ള ഭൂപ്രദേശമാണ് തീരദേശം. ഏറെ അനുകൂല സാഹചര്യങ്ങൾ തീരദേശത്ത് ഉണ്ട്. തീരദേശ ജനജീവിതവും നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. സുനാമി, കൊടുങ്കാറ്റ് തുടങ്ങിയ കടൽ സംബന്ധമായ പ്രകൃതി ദുരന്തങ്ങളും ആഗോള കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഫലമായി സമുദ്രജലനിരപ്പ് ഉയരുന്നതും കടൽക്ഷോഭവും തീരം കടലെടുക്കുന്നതുമെല്ലാം തീരദേശ ജനജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് തീരദേശങ്ങളിൽ വരുന്ന മാറ്റങ്ങളും പ്രകൃതി ദുരന്ത സാധ്യതകളും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി വേണ്ട മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളും തീരദേശ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടതുണ്ട്. തീരദേശത്തെ വിഭവങ്ങൾ സുസ്ഥിരമായി വിനിയോഗിക്കുന്നതിനും അതിൻ്റെ പ്രയോജനം തദ്ദേശീയ ജനതയ്ക്ക് ലഭിക്കുന്നതിന് ഉതകും വിധം വിഭവ ആസൂത്രണവും സംരക്ഷണവും അനിവാര്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നാം ഓരോരുത്തരും കൈകോർക്കുമ്പോഴാണ് സുസ്ഥിര വികസനം സാധ്യമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു ജോഗ്രഫി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.